റോസ് ചെടി വളർത്തുന്ന പലർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് റോസ് ചെടി നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ മനസ്സ് കാണുന്ന രീതിയിൽ ചെടി വളരാതെ വേറെ എങ്ങനെയൊക്കെയോ രീതിയിൽ ചെടി വളർന്ന് കുത്തനെ പൊങ്ങി പോവുകയും എപ്പോഴെങ്കിലുമൊക്കെ പൂ തരുന്ന ഒരു പ്രശ്നം. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതി എങ്ങനെയാന്ന് വെച്ചാൽ റോസ് ചെടി അധികം പോകാത്ത രീതിയിൽ ബുഷായിട്ട് നിലനിർത്തും. അപ്പൊ ബുഷായിട്ട് നമുക്ക് എങ്ങനെ റോസ് ചെടി വളർത്താം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. റോസ് ചെടി പലരും പല രീതിയിലാണ് ബുഷായിട്ട് നിർത്താറ്. റോസിന്റെ ബെഡ് ചെയ്ത ഭാഗം അല്ലെ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം മണ്ണ് പോകുന്ന രീതിയിലാണ് ഞാൻ ഇതിൽ പറയാൻ പോകുന്നത്. പലരും പറയാറുണ്ട് റോസ് ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം അല്ലെങ്കിൽ ബെഡ് ചെയ്ത ഭാഗം മണ്ണിലേക്ക് താഴ്ത്തി കഴിഞ്ഞാൽ ചെടി നശിച്ചു പോകുന്നൊക്കെ പലരും പറയാറുണ്ട്. എന്റെ അനുഭവത്തിൽ അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല. റോസ് ചെടിക്ക് നമ്മൾ പ്രോപ്പറായിട്ട് ഫംഗിസൈഡ് ഒക്കെ അടിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ വരുന്നില്ല. ഫംഗസിന്റെ ആക്രമണം വരുന്ന പേടിച്ചിട്ടാണ് പലരും റോസ് ചെടി ബെഡ് ചെയ്ത ഭാഗം മണ്ണിനടിയിലേക്ക് നടരുതെന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ മഴക്കാലങ്ങളുടെ ഒക്കെ നന്നായിട്ട് ഫംഗിസൈഡ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്ന രീതി ഉപയോഗിക്കാം. നിങ്ങൾ ഫംഗിസൈഡ് ഉപയോഗിക്കാത്ത ഒരാളാണെങ്കിൽ ഈ രീതി നിങ്ങൾ ചെയ്യേണ്ട എന്നേ ഞാൻ പറയുള്ളൂ. കാരണം മണ്ണിൽ ഫംഗസിന്റെ പ്രശ്നം ഒരുപക്ഷെ നിങ്ങളുടെ ബെഡ് യൂണിയനൊക്കെ പ്രശ്നം വരാൻ ഒരു ചെറിയൊരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. നമ്മൾ ചെയ്യുന്ന രീതി എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബെഡ് ചെയ്ത ഭാഗം അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം മണ്ണിൽ പോകുന്ന രീതിയിൽ നമ്മൾ ഈ ചെടി ആദ്യം നടണം. നമ്മൾ ചട്ടിയിലേക്കാണ് നടുന്നതെങ്കിൽ ചട്ടിയിൽ ഇങ്ങനെ ബെഡ് ചെയ്ത ഭാഗത്തുനിന്ന് 1 ഇഞ്ചോ അല്ലെങ്കിൽ 2 ഇഞ്ചോ ഉയരത്തിൽ നമ്മൾ മണ്ണ് ഫില്ല് ചെയ്യണം. നമ്മൾ പോട്ടി മിശ്രിതമാണ് മണ്ണെന്ന് ഉദ്ദേശിക്കുന്നത്. ധാരാളം റിച്ച് ആയിട്ടുള്ള പോട്ടി മിശ്രിതം വേണം ചെയ്യാൻ. ഇങ്ങനെ നമ്മൾ ബെഡ് യൂണിന്റെ മുകളിലേക്ക് 2 ഇഞ്ചോളം കനത്തിലാണ് മണ്ണിട്ട് മൂടിയിട്ട് ഈ ലെവലിൽ നമ്മൾ ചെയ്യണം. ഫോട്ടോയിൽ കാണുന്ന പോലെ ചെയ്യണം. ഇങ്ങനെ ചെടികൾ അത്യാവശ്യം വലുതായി കഴിഞ്ഞാൽ നമ്മൾ ഈ മുകളിൽ ഒരു 6 ഇഞ്ച് മുകളിൽ വെച്ച ശേഷം നമ്മൾ പ്രൂൺ ചെയ്ത് കളയാം. ചെടിയിൽ അത്യാവശ്യം പൂക്കളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മനസ്സിനൊരു സങ്കടം തോന്നും, ഇത്രയും പൂക്കളുള്ള ചെടി പ്രൂൺ ചെയ്ത് കളയണമോ. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെ കമ്പിൾ സാക്രിഫൈസ് ചെയ്യണം. കമ്പിളത് ഈ രീതിയിൽ മുറിച്ചങ്ങോട്ട് കളയാം. മുറിച്ചു കളഞ്ഞ ശേഷം പിന്നെയും കമ്പ് ഒരുപാട് വളരും. ഒരുപാട് ശിഖരങ്ങൾ താഴ്ന്നൊക്കെ പൊട്ടി മുളച്ചുണ്ടാകും. പെൻസിലിന്റെ വണ്ണത്തേക്കാൾ കുറവ് വണ്ണമുള്ള കമ്പുകളൊക്കെ നമ്മൾ പ്രൂൺ ചെയ്ത് കളയാം. അപ്പം ചെടിയുടെ മുകളിലേക്ക് പോകുന്ന ഭാഗങ്ങളുണ്ടല്ലോ, ആ ഭാഗങ്ങളൊക്കെ ഈ രീതിയിൽ വെച്ച് ചിത്രത്തിൽ കാണുന്ന രീതിയിൽ വെച്ച് നമ്മൾ മുറിച്ച് കളയാം. ആ പ്രൂൺ ചെയ്യുമ്പോൾ ഒരു കാര്യം പറയാൻ മറന്നു. നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ പ്രൂണിംഗ് ഷെയർ ഉപയോഗിച്ചാണ് പലപ്പോഴും പ്രൂൺ ചെയ്യാറുള്ളത്. പ്രൂണിംഗ് ഷെയറിൽ നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിക്കുക. മൂർച്ചയുള്ള കത്തി ഉപയോഗിക്കുമ്പോൾ മുറിക്കുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ കൈക്കൊക്കെ മുള്ളു തറച്ച് കയറാനൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട്. കത്തി ഉപയോഗിച്ചൊക്കെ നമ്മൾ മുറിക്കുമ്പോൾ നിങ്ങളൊരു പ്രൂണിംഗ് ഷെയർ മേടിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഒരുപാട് റോസൊക്കെ ചട്ടിയിൽ വളർത്തുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പ്രൂണിംഗ് ഷെയർ മേടിക്കുക. ഒരു 400 രൂപ 500 രൂപയൊക്കെ ഉണ്ട് വില. കുറച്ച് വിലയുള്ള സാധനമാണ് പ്രൂണിംഗ് ഷെയർ. നല്ല സാധനം മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 15-20 കൊല്ലത്തോളം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല പ്രിസൈസ് കട്ടായിരിക്കും. കട്ട് ചെയ്ത ഭാഗത്ത് ചതവോ അല്ലെങ്കിൽ അങ്ങനെ തൊലിക്ക് ഡാമേജ് ഒന്നും വരാത്തതിനും ഇൻഫെക്ഷൻസ് വളരെ കുറവായിരിക്കും. അതാണ് നമ്മൾ പ്രൂണിംഗ് ഷെയർ ഉപയോഗിക്കാനുള്ള മെച്ചം. എന്നിട്ട് ഈ കട്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ എന്തെങ്കിലും രീതിയിലുള്ള ഫംഗിസൈഡ് കാര്യങ്ങളൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും ബെറ്റർ ആണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതുവഴി ഒരിക്കലും ചെടിക്ക് ഇൻഫെക്ഷൻ വരാൻ പാടില്ല. നമ്മൾ ചെടി മുറിച്ചതിന് ശേഷം പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ ചെടിക്ക് ഒരുപാട് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. മഴക്കാലങ്ങളിലേക്ക് പ്രൂണിംഗ് ചെയ്യുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം. നമ്മൾ പ്രോപ്പറായിട്ട് ഫംഗിസൈഡ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ചെടി നശിച്ചു പോകും. ഫംഗസ് ഒക്കെ വരാൻ ചാൻസ് ഉള്ള സമയമാണല്ലോ മഴക്കാലം, മൺസൂൺ ടൈമൊക്കെ. അപ്പൊ നമ്മൾ അത് ചെയ്യാം. അതിനുശേഷം നമ്മൾ ചെടി അത്യാവശ്യം വളർന്നു കഴിയുമ്പോൾ ഈ രീതിയിൽ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരുപാട് കമ്പുകൾ തെഴുത്ത് വരും. ഇനി ഇതിൽ നിന്ന് തെഴുത്ത് വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചെറിയ വൈൻഡിങ് വയർ ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് ഏത് ഭാഗത്തേക്കാണ് കുറവ് ശാഖകൾ ഉള്ളത് ആ ഭാഗത്തേക്ക് പിടിച്ച് കെട്ടി കൊടുക്കുക. ഇങ്ങനെ ആ ഭാഗത്തേക്ക് പിടിച്ച് കെട്ടി ആ ഭാഗം ഫില്ല് ചെയ്യുമ്പോൾ ചെടിക്ക് അത്യാവശ്യം നല്ലൊരു ഷേപ്പ് കൈവരും. അപ്പൊ ഷേപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ചെടി ഒരു രൂപം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചെടിച്ചട്ടിയിൽ എല്ലുപൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചട്ടിയാണെങ്കിൽ ഒരു ചിരട്ട എല്ലുപൊടി നമുക്ക് മണ്ണ് ചേർത്ത് നട്ട് ഇളക്കി കൊടുക്കാം. കൂടെ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞ ശേഷം കുറച്ച് കമ്പോസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ചെടി ബ്ലൂം ചെയ്യും, നന്നായിട്ട് പൂക്കാൻ തുടങ്ങും. ഇങ്ങനെ പൂത്ത് കഴിഞ്ഞൊരു 3-4 മാസം കഴിഞ്ഞ് വീണ്ടും നമ്മൾ പ്രൂണിങ് ചെയ്യാം. വീണ്ടും പ്രൂണിങ് ചെയ്യുമ്പോൾ ഈ രീതി നമ്മൾ പിന്തുടർന്നാൽ മതി. ഇപ്പൊ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ നമ്മൾ ഈ കമ്പളെല്ലാം കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഈ എല്ലാ വർഷവും വർഷത്തിൽ 3 പ്രാവശ്യം നമ്മൾ ഇതേപോലെ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഞാൻ വർഷത്തിൽ 2 പ്രാവശ്യമൊക്കെ പ്രൂൺ ചെയ്യാറുള്ളൂ. അപ്പോൾ 3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പൂക്കളുണ്ടാവും. അതാണ് നമുക്ക് ഉള്ളൊരു മെച്ചം. നമ്മൾ പ്രൂണിങ് എത്രത്തോളം ഫലവത്തായിട്ട് ചെയ്യുന്നു അതിനനുസരിച്ചാണ് ചെടി പൂക്കൾ വിരിയുക. ഇനി ബുഷായിട്ട് വളർന്നു കഴിഞ്ഞല്ലോ, ഇനി പ്രൂണിങ് ചെയ്യണ്ട എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. എല്ലാ വർഷവും നമ്മൾ തീർച്ചയായിട്ടും പ്രൂണിങ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ചെടി നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുള്ളൂ. ചെടി നമ്മൾ ഉദ്ദേശിച്ച ലെവലിൽ ബുഷായിട്ട് നിൽക്കുള്ളൂ. ബുഷായിട്ട് നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് നമ്മൾ വളങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ ചെടി പിന്നെ അഗ്രസീവായിട്ട് വളരാൻ തുടങ്ങും.
മുകളിലേക്ക് പോകാനുള്ള പ്രവണതയൊക്കെ കാണിക്കും. അപ്പോഴും നമ്മൾ നന്നായിട്ട് പ്രൂൺ ചെയ്ത് പഴയ രീതിയിലേക്ക് തന്നെ കൊണ്ടുവരണം. അപ്പൊ പൂക്കളുള്ള ചെടിക്കാണ് നമുക്ക് പ്രൂണിങ് ചെയ്യാൻ കുറച്ചൊക്കെ ഒരു സങ്കടം തോന്നും, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള കൊമ്പൊക്കെ നമുക്ക് മാനസിക വിഷമമൊക്കെ ഉണ്ടാവും. പക്ഷെ ഒന്നും കൂടെ നിങ്ങൾ വിഷമിക്കേണ്ട, അത്യാവശ്യം നല്ല അതിജീവന ശേഷിയുള്ള ഒരു ചെടിയാണ് റോസ്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം പ്രൂൺ ചെയ്താലും പ്രശ്നമില്ല. പിന്നെ നിങ്ങൾക്ക് എയർ ലെയറിംഗ് ഒക്കെ അറിയുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് എയർ ലെയറിംഗ് ചെയ്ത് കൊടുത്ത് പുതിയ തൈകളൊക്കെ ഇന്ന് ഉണ്ടാക്കാം. അങ്ങനെ നിങ്ങൾക്ക് അതൊരു വരുമാനമൊക്കെ ആക്കി എടുക്കാൻ പറ്റും. അപ്പൊ എയർ ലെയറിംഗിനെ കുറിച്ചൊക്കെ ഞാൻ വരും വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞുതരാം. അതിന്റെ പ്രാക്ടിക്കൽ വീഡിയോ ഒക്കെ കാണിച്ചു തരാം. തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ എയർ ലെയറിംഗ് ഒക്കെ പഠിപ്പിച്ചു തരും. ഗ്രാഫ്റ്റിംഗ് യൂണിന് മുകളിൽ മണ്ണ് വരുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ കാണിച്ചിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് പ്രൂണിങ് ചെയ്യാം. അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.